ഒരിക്കലും ജയിക്കാൻ കഴിയില്ലെന്ന് അറിയാമായിരുന്നിട്ടും അമേരിക്കയെ ഇറാൻ യുദ്ധത്തിലേക്ക് തള്ളിവിട്ടതിന്റെ രഹസ്യം ഇപ്പോൾ വൈകിയാണെങ്കിലും പുറത്തായിരിക്കുകയാണ്. ഇറാൻ അമേരിക്ക യുദ്ധത്തിന്റെ പുകമറയ്ക്കുള്ളിൽ ആയുധക്കച്ചവടത്തിന്റെ കോടികൾ മണക്കുന്ന രഹസ്യ നീക്കങ്ങൾ നടന്നു എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. യുദ്ധക്കളത്തിൽ സൈനികർ ജീവനുവേണ്ടി പോരാടുമ്പോൾ അധികാരത്തിന്റെ ശീതീകരിച്ച മുറികളിലിരുന്ന് ചിലർ ഓഹരി വിപണിയിലെ ലാഭം കൊയ്യാൻ പദ്ധതിയിടുകയായിരുന്നു. അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തിനോട് ബന്ധപ്പെട്ട ബ്രോക്കർ ആയുധനിർമ്മാണ മേഖലയിലെ നിക്ഷേപ സാധ്യതകൾ അന്വേഷിച്ചു എന്നതാണ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. മോർഗൻ സ്റ്റാൻലിയിൽ പ്രവർത്തിക്കുന്ന ഈ ബ്രോക്കർ ലോകത്തിലെ ഏറ്റവും വലിയ ആസറ്റ് മാനേജ്മെന്റ് കമ്പനികളിലൊന്നായ ബ്ലാക്ക് റോക്കുമായി ബന്ധപ്പെട്ട ഫണ്ടിലേക്കാണ് നിക്ഷേപശ്രമം നടത്തിയത്. ആയുധനിർമ്മാണ കമ്പനികളുടെ ഓഹരികൾ ഉൾപ്പെട്ട് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടിലായിരുന്നു ഈ നീക്കം. ഈ ഫണ്ടിൽ ഉൾപ്പെട്ടിരുന്ന കമ്പനികൾ സാധാരണവയല്ല. ലോക പ്രതിരോധ രംഗത്തെ വമ്പന്മാരായ ലോക്ഹീഡ് മാർട്ടിൻ, നോർത്ത്രോപ്പ് ഗ്രൂമൻ തുടങ്ങിയ കമ്പനികളുടെ ഓഹരികളാണ് അതിലുൾപ്പെട്ടിരുന്നത്. യുദ്ധം ആരംഭിക്കുമ്പോൾ ആയുധ ആവശ്യകത ഉയരും, അതോടെ ഇത്തരം കമ്പനികളുടെ ഓഹരി വില കുതിക്കും. ഇത് സാധാരണ സാമ്പത്തിക പ്രവണതയാണ്. എന്നാൽ യുദ്ധ തീരുമാനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ട ഒരാൾക്ക് ഈ വിവരം മുൻകൂട്ടി അറിയാമായിരുന്നെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ നിക്ഷേപം നടത്താൻ ശ്രമിച്ചത് വലിയ നിയമപ്രശ്നങ്ങൾ സൃഷ്ടിക്കാവുന്ന കാര്യമാണ്. റിപ്പോർട്ട് അനുസരിച്ച് ഈ നിക്ഷേപശ്രമം ഫെബ്രുവരി മധ്യത്തോടെ ആരംഭിച്ചു. അതിനു പിന്നാലെ ഫെബ്രുവരി അവസാനത്തോടെ ഇറാനെതിരെ സൈനിക നടപടി ആരംഭിച്ചു. ഇത് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന ഗുരുതരമായ സാമ്പത്തിക കുറ്റത്തിന്റെ പരിധിയിൽ വരുമോ എന്ന ചർച്ചകൾ ഇതിനകം ശക്തമായി ഉയരുന്നുണ്ട്. യുദ്ധതീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്ന രഹസ്യ വിവരങ്ങൾ സാമ്പത്തിക ലാഭത്തിനായി ഉപയോഗിക്കപ്പെടുകയാണെങ്കിൽ അത് ജനാധിപത്യ സംവിധാനത്തിന്റെ അടിസ്ഥാന വിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. എന്നാൽ ഈ ആരോപണങ്ങളെ ശക്തമായി തള്ളി പെന്റഗൺ രംഗത്തെത്തി. ഫിനാൻഷ്യൽ ടൈംസിന്റെ റിപ്പോർട്ട് അടിസ്ഥാനരഹിതമാണെന്നും യാതൊരു തരത്തിലുള്ള അനധികൃത ഇടപാടുകളും നടന്നിട്ടില്ലെന്നും പെന്റഗൺ വക്താവ് സീൻ പാർണൽ വ്യക്തമാക്കി. വൈറ്റ് ഹൌസും സമാനമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും റിപ്പോർട്ട് പുറത്തുവന്ന സമയവും അതിന്റെ പശ്ചാത്തലവും സംശയങ്ങൾക്കിടയാക്കുന്നുണ്ട്. ഇതിനിടെ യുദ്ധ തീരുമാനമെടുക്കുന്നതിൽ ഹെഗ്സറ്റിന്റെ പങ്ക് സംബന്ധിച്ചുള്ള രാഷ്ട്രീയ പ്രസ്താവനകളും വിവാദത്തിന് കൂടുതൽ ഇന്ധനം പകരുന്നു. ഇറാനെതിരെ സൈനിക നടപടി വേണമെന്ന ആശയം തന്റെ ടീമിൽ നിന്ന് ആദ്യമായി മുന്നോട്ടുവച്ചത് ഹെഗ്സത്താണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുറന്നു പറഞ്ഞിരുന്നു. നമുക്കീ പ്രശ്നം അവസാനിപ്പിക്കാം എന്ന ഹെഗ്സത്തിന്റെ വാക്കുകൾ ട്രംപ് ഉദ്ധരിച്ചതോടെ യുദ്ധ തീരുമാനങ്ങളിലും അദ്ദേഹത്തിന്റെ സ്വാധീനം എത്രത്തോളമായിരുന്നു എന്ന ചർച്ചകൾ ശക്തമായി. അമേരിക്കൻ രാഷ്ട്രീയത്തിന്റെ അകത്തളങ്ങളിൽ ഈ യുദ്ധത്തിന് പിന്നിൽ പ്രവർത്തിച്ച ശക്തികളെക്കുറിച്ചും പുതിയ സൂചനകൾ പുറത്തുവരുന്നുണ്ട്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും മാധ്യമ സാമ്രാജ്യാധിപൻ റൂപ്പർട്ട് മെർഡോക്കും ഇറാനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചു എന്ന റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ ശ്രദ്ധേയമാണ്. അതേസമയം വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസ് പോലുള്ള ചില നേതാക്കൾ ഈ നീക്കത്തിൽ അത്ര താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല എന്ന വിവരവും പുറത്തുവന്നിരിക്കുന്നു. ഇതൊക്കെയായി ഒരു യുദ്ധം എങ്ങനെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ, താൽപ്പര്യ ഗ്രൂപ്പുകൾ, സാമ്പത്തിക ലാഭങ്ങൾ എന്നിവയുടെ സംയോജനത്തിലൂടെ രൂപപ്പെടുന്നു എന്നതിന്റെ സൂചനകളാണ്. ഇത് ആദ്യമല്ല ഹെഗ്സത്ത് വിവാദങ്ങൾപ്പെടുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയായ ആൻട്രോപിക്കിനെ പെന്റഗൺ കലിമ്പട്ടികപ്പെടുത്താനെടുത്ത തീരുമാനം നേരത്തെയും വലിയ വിമർശനങ്ങൾ ക്ഷണിച്ചിരുന്നു. കോടതി വരെ എത്തിയ ആ കേസിൽ അധികാരം ദുരുപയോഗം ചെയ്തു എന്ന പരാമർശം ഉയർന്നിരുന്നു. അതിന് പിന്നാലെ പ്രതിരോധ വകുപ്പിന്റെ രഹസ്യ നെറ്റ്വർക്കുകളിൽ AI ഉപയോഗിക്കുന്നതിനായി പുതിയ കരാറുകൾ ഒപ്പുവെച്ചത് വ്യാപാര താൽപ്പര്യങ്ങൾക്കും നയതീരുമാനങ്ങൾക്കും ഇടയിൽ ബന്ധമുണ്ടോ എന്ന സംശയം ശക്തമാക്കുകയാണ്. ഒരു കാര്യം എന്തായാലും ഉറപ്പിച്ചു പറയാം, ഇതൊരു അവസാനമല്ല, ഒരു തുടക്കമാണ്. ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ വെറും മുകളിലത്തെ പാളയായിരിക്കാം യഥാർത്ഥ കഥ. അതിനേക്കാൾ ആഴത്തിൽ മറഞ്ഞുകിടക്കാൻ സാധ്യതയുണ്ട്. പെന്റഗണിലെ അടച്ചിട്ട മുറികളിൽ എടുക്കുന്ന തീരുമാനങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ വെറും നയപരമായ പ്രഖ്യാപനങ്ങളായി തോന്നാം. പക്ഷേ അതിന്റെ പിന്നിൽ സാമ്പത്തിക താൽപ്പര്യങ്ങളും ശക്തമായ ലോബികളും അദൃശ്യ ഇടപാടുകളും ഒളിഞ്ഞിരിക്കാമെന്ന സംശയം ഈ വിവാദം വീണ്ടും ശക്തമാക്കുകയാണ്. ഇതൊരാളുടെ വ്യക്തിഗത നീക്കങ്ങളെക്കുറിച്ചുള്ള ചോദ്യം മാത്രമല്ല, അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഉള്ളറകളിൽ പ്രവർത്തിക്കുന്ന ശക്തികളുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള വലിയ അന്വേഷണത്തിന്റെ തുടക്കമാണ്. ഹെഗ്സത്തിനുമേലുള്ള ആരോപണങ്ങൾ സത്യമായി തെളിയുന്നുവെങ്കിൽ അതിന്റെ പ്രത്യാഘാതം ഒരു വ്യക്തിയിലോ ഒരു വകുപ്പിലോ ഒതുങ്ങില്ല. വൈറ്റ് ഹൌസിന്റെ വിശ്വാസ്യതയ്ക്കും അമേരിക്കൻ രാഷ്ട്രീയത്തിന്റെ ധാർമ്മിക അടിസ്ഥാനത്തിനും അതൊരു വലിയ വെല്ലുവിളിയാവും. യുദ്ധ തീരുമാനങ്ങൾ ദേശീയ സുരക്ഷയുടെ പേരിൽ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുവെക്കപ്പെടുമ്പോൾ അതിനൊപ്പം സാമ്പത്തിക ലാഭത്തിനായുള്ള രഹസ്യ നീക്കങ്ങളും നടന്നിട്ടുണ്ടെങ്കിൽ അത് ജനാധിപത്യ സംവിധാനത്തെ തന്നെ അപകടത്തിലാക്കുന്ന ഒന്നാണ്. അധികാരവും പണവും ചേർന്നപ്പോൾ ഉണ്ടാകുന്ന ആ അപകടകരമായ കൂട്ടുകെട്ട് എത്രത്തോളം വ്യാപിച്ചു കിടക്കുന്നു എന്ന ചോദ്യം ഇനി ഒഴിവാക്കാനാവാത്തതാണ്. ഇത് കൂടുതൽ വലിയൊരു ചർച്ചയിലേക്ക് വഴിതെളിയിക്കുന്നു. യുദ്ധങ്ങൾ യഥാർത്ഥത്തിൽ ആരാണ് നിയന്ത്രിക്കുന്നത്?
രാഷ്ട്രീയ നേതാക്കളോ അതോ അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന സാമ്പത്തിക ശക്തികളോ? ആയുധനിർമ്മാണ കമ്പനികൾ, നിക്ഷേപ ഫണ്ടുകൾ, ആഗോള ലോബികൾ ഇവയൊക്കെ ചേർന്നൊരു അദൃശ്യ നെറ്റ്വർക്കായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന സംശയം പുതുമയുള്ളതല്ല. എന്നാൽ ഓരോ പുതിയ ആരോപണവും ഈ സംശയത്തെ കൂടുതൽ വിശ്വസനീയമാക്കുകയാണ്. യുദ്ധം ഒരു ബഹുജനത്തിന് ദുരന്തമായിരിക്കുമ്പോൾ ചിലർക്കതൊരു വിപണിയാണ്, ലാഭം കണ്ടെത്താനുള്ള അവസരം.